ഒരു മരണപ്പെട്ടയാളുടെ മൃതദേഹം വർഷങ്ങൾക്കു ശേഷം കണ്ടെത്തിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 1997 കിഴക്കൻ പാക് പർവ്വത മേഖലയിലൂടെ യാത്ര ചെയ്ത നസറുദ്ദീനെ ഒരു ശീതക്കാറ്റ് എടുത്തുകൊണ്ടുപോയി. ആ യുവാവിന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്, അതും 28 വർഷങ്ങൾക്കു ശേഷം. മഞ്ഞുമലയിൽ പുതഞ്ഞായിരുന്നു കിടപ്പ്. സമീപത്തു നിന്നും കിട്ടിയ ID കാർഡാണ് ആളെ തിരിച്ചറിയാൻ പോലും സഹായകമായത്. മഞ്ഞിൽ പുതഞ്ഞുപോയതിനാൽ മൃതദേഹത്തിന് കാര്യമായ രൂപമാറ്റം സംഭവിക്കാത്ത രീതിയിലായിരുന്നു നസറുദ്ദീന്റെ മൃതദേഹം കിടന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കിഴക്കൻ കൊഹിസ്ഥാനിലെ ലേഡി വാലിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിനൊപ്പം കണ്ടെത്തിയ ID കാർഡിൽ നിന്നാണ് ആളെ തിരിച്ചറിഞ്ഞത്. ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്നവരാണ് മൃതദേഹം കണ്ടെത്തിയത്. മഞ്ഞുപാളികൾക്കിടയിലായതിനാൽ വസ്ത്രങ്ങളിലോ മുഖത്തോ കാര്യമായ വ്യത്യാസം സംഭവിച്ചിട്ടില്ലായിരുന്നു. ശരീരത്തിന് ഒരു കേടുപാട് ലഭിക്കാതെ കണ്ടെത്തിയ മൃതദേഹം അത്ഭുതപ്പെടുത്തിയെന്ന് ആട്ടിടയനായ ഒമർ ഖാൻ BBC ഉർദുവിനോട് പറഞ്ഞു. പിന്നീട് പോലീസ് എത്തിയാണ് ആളിന്റെ വിലാസവും മറ്റു വിവരങ്ങളും കണ്ടെത്തിയത്. അതിശക്തമായ മഞ്ഞുകാറ്റിനെ തുടർന്ന് നസറുദ്ദീൻ അപകടത്തിൽപ്പെട്ടതെന്നാണ് നിഗമനം. ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്ന നസറുദ്ദീൻ സഹോദരൻ ഖദീറുദ്ദീനോടൊപ്പം പർവ്വതമേഖലയിൽ നിന്ന് കുതിരപ്പുറത്ത് മടങ്ങവെയാണ് ശക്തമായ മഞ്ഞുകാറ്റിൽ അപകടം സംഭവിച്ചത്. മഞ്ഞുപാതത്തെ തുടർന്ന് സഹോദരൻ ഒരു കിടങ്ങിലേക്ക് തെറിച്ചു വീണു പോവുകയായിരുന്നുവെന്ന് ഖദറുദ്ദീൻ BBCയോട് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ മഞ്ഞുരുക്കവും ഹിമാനികൾ സംഭവിച്ച മാറ്റവുമാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്താൻ പോലും കാരണമെന്ന് മഞ്ഞുപാളികളെക്കുറിച്ച് പഠനം നടത്തുന്ന ഇസ്ലാമാബാദ് കോംസറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ മുഹമ്മദ് ബിലാൽ പറഞ്ഞു. അപകടം നടന്ന സമയത്ത് ഗ്രാമീണരുടെ സഹായത്തോടെ ഏറെ തിരഞ്ഞെങ്കിലും ആളെ കണ്ടെത്താനായില്ല. തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് സഹോദരൻ പറഞ്ഞു. ഏതായാലും 28 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നിരിക്കുന്നു ആളെ കണ്ടെത്തി മരിച്ചെന്ന് ഉറപ്പുവരുത്താൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.